വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം പാക് പട്ടാളത്തിന് അതിനകത്തേക്ക് കയറാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാൻ വേറെ രാജ്യങ്ങളുടെ പിന്തുണയ്ക്കായി വലിയ രീതിയിൽ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇന്ത്യ ബലൂചിസ്ഥാനെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ് ബലൂചിസ്ഥാന്റെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ അതിൽ യാതൊരു തീരുമാനവും പറഞ്ഞിട്ടില്ല. നമ്മൾ ബലൂചിസ്ഥാനെ പിന്തുണയ്ക്കുമെന്നും പറഞ്ഞിട്ടില്ല, പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അമേരിക്ക ബലൂചിസ്ഥാനിൽ പറന്നിറങ്ങുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എത്രത്തോളം സത്യമാണ് റിപ്പോർട്ട്? അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയാണോ അമേരിക്കയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ബലൂചിസ്ഥാനെ ഉദ്ധരിക്കുക എന്നുള്ളതാണോ അമേരിക്കയുടെ ലക്ഷ്യം? ട്രംപിന് ഒരിക്കലും അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമവും അവരുടെ സൗകര്യവും എല്ലാം അമേരിക്ക സ്വന്തമായി ഏറ്റെടുത്ത് ഇസ്രായേലിനെ പോലെ ബലൂചിസ്ഥാനെ വളർത്തും എന്ന് ഞാൻ കരുതുന്നില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നാലായി പിളരാനായിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ ഒരു ഹോൾഡ് വേണം എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ബ്രെഡിന്റെ ഇടയിൽ ജാം ഇരിക്കുന്നത് പോലെ ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ്. ജിയോ പൊളിറ്റിക്കലി അമേരിക്കയ്ക്ക് ഒരുപാട് നേട്ടങ്ങളുള്ള രാജ്യമാണ്. നാളെ ഇന്ത്യ ഒരു സൂപ്പർ പവറായി വളർന്നു വന്നാലും ഇന്ത്യയെ ന്യൂട്രലൈസ് ചെയ്യാൻ പാകിസ്ഥാനെ ഉപയോഗിക്കാം. അപ്പൊ പാകിസ്ഥാൻ അതിനു മുമ്പ് ഇന്ത്യ ഡീസ്റ്റബിലൈസ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ബലൂചിസ്ഥാനിൽ സ്ഥാനമുറപ്പിക്കാനാണോ ഇപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് പറന്നിറങ്ങുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് ബിജുചേട്ടന് ചോദിക്കാനുള്ള ചോദ്യം. ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ US-ന്റെ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യയുടെ തലവനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എറിക് മേയർ എന്നാണ്. ഈ എറിക് മേയർ അനവധി വട്ടം ഈ ബലൂചിസ്ഥാൻ മേഖല സന്ദർശിച്ചു. അപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അദ്ദേഹം വെറുതെ വന്നു പോകുന്ന ഒരു സ്ഥലമല്ലല്ലോ, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല ബലൂചിസ്ഥാൻ. അപ്പൊ അവിടെ അദ്ദേഹം വന്നു പോകുന്നു, കലാപകലുഷിതമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരു സംഘം എത്തുകയും അവിടുത്തെ ഇപ്പോഴത്തെ ചീഫ് ഫീൽഡ് മാർഷലായിട്ടുള്ള മുനീറുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തപ്പോഴാണ് ആളുകൾക്ക് ഇതിന്റെ ഒരു 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 അപകടം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നത്. ഇവിടെ ഈ അമേരിക്ക വളരെ ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് ഇപ്പോൾ പാകിസ്ഥാനോട് കാണിക്കുന്നത്. അവരുടെ IMF എന്നുള്ള പൈസ ശരിയായി കൊടുക്കുന്നതിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ ബലൂചിസ്ഥാൻ ഏതാണ്ടൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പോയി, പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന്. അവർക്ക് ഇനിയിപ്പോൾ അവിടെ വലിയ ഹോൾഡൊന്നുമില്ല. പക്ഷേ ഇനിയുള്ള സ്ഥലങ്ങൾ അവർക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ സിന്ധ് പ്രദേശം എന്ന് പറഞ്ഞിട്ട് അവിടെ സമരം നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, പഞ്ചാബിൽ വലിയ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ വീണ്ടും ഇത് പിളർന്ന് നാശമാകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഇതിനെ ഒന്ന് തണുപ്പിച്ച് നിർത്തണമെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ പോരാട്ട ശക്തികൾ എന്ന് പറയുന്ന ഈ ബലൂചിസ്ഥാനിലുള്ളവരെ തണുപ്പിച്ചേ മതിയാവും. അതവിടെ ശാന്തമായി കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സിന്ധിലായാലും പഞ്ചാബിലായാലും ഇപ്പോൾ പ്രക്ഷോഭം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർക്കത് ഏറെക്കുറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടേക്കാണ് അമേരിക്ക പുതിയ ഓഫറുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. അതിന് കാരണം അമേരിക്ക വെറുതെ വരുന്നതല്ല. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനത്തിൽ തൽക്കാലം ഒന്ന് കണ്ണടയ്ക്കുക. അതിനുശേഷം ബലൂചിസ്ഥാനിലെ $6 ട്രില്യൺ അവിടുത്തെ ധാതു സമ്പത്ത് എന്നാണ് കണക്കൂട്ടിയിരിക്കുന്നത്. ഈ ധാതു സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. കാരണം ഇനി വരാൻ പോകുന്ന യുഗത്തിൽ ഈ ഇലക്ട്രിക് കാറുകളുടെയും മറ്റുമൊക്കെ ഒരു വലിയ കുത്തൊഴുക്കായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനാവശ്യമായ ലിഥിയം ഒക്കെ വലിയ ശേഖരമാണ് ഈ ബലൂചിസ്ഥാനുള്ള. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ചൈനയും പാകിസ്ഥാനിൽ പണം മുടക്കിയിരുന്നത്. ചൈന വലിയ രീതിയിൽ തന്നെ പണം മുടക്കിയിരുന്നു. ബലൂചിസ്ഥാനിൽ അവരങ്ങനെ ഖനനം തുടങ്ങിയപ്പോഴാണ് ബലൂചികളെല്ലാം കൂടെ ഈ ചൈനയ്ക്കെതിരെ തിരിഞ്ഞത്. ഇവിടെയാണ് അമേരിക്ക ഇടപെടുന്നത്. അമേരിക്കൻ ചൈനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചൈനക്കാർ വരുന്നത് പോലെ അല്ല ബലൂചികൾക്ക് അമേരിക്ക വരുന്നത്. നിലവിൽ US-ഉം UK ഒക്കെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ആയതുകൊണ്ട് നിലപാട് എപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ട്രംപും കൂടെ വന്ന സ്ഥിതിക്ക് അവർ മാറ്റി മറിച്ചു വിടും. നിലവിൽ ബലൂചിസ്ഥാനിൽ പോരാടുന്ന പോരാളികൾ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ അമേരിക്ക നിരോധിത സംഘടന, ഭീകര സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനയാണ്. അതിന് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അമേരിക്ക അവിടെ വരികയും അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ അവിടെ ഖനനം നടത്തി കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് സേഫാണ്. ആ ഒരു മേഖലയിൽ കാര്യങ്ങൾ നോക്കേണ്ട. അതാണ് ഇപ്പോൾ. പക്ഷെ ഇവിടെ ചൈനയ്ക്ക് അതൊരു വലിയ തിരിച്ചടിയാകും. കാരണം അവർ വലിയ രീതിയിൽ തന്നെ അവിടെ പണം മുടക്ക് നടത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ട്രംപ് ഇതിനകത്ത് വലിയ ആവേശം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രംപ് രണ്ട് നീക്കങ്ങളാണ് നടത്തുന്നത്. ഒന്ന് അമേരിക്കയ്ക്ക് വേണ്ടി നടത്തുന്ന നീക്കങ്ങളും ഒന്ന് സ്വന്തം കാര്യത്തിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതായത് അമേരിക്ക വികസിക്കണം, ഒപ്പം തന്റെ കുടുംബവും കമ്പനി വികസിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്പീഡാക്കിയിരിക്കുകയാണ്. വലിയ രീതിയിൽ നിക്ഷേപം നടത്താനാണ് ഇപ്പോൾ അമേരിക്ക ഒരുങ്ങുന്നത്. പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ
അവർക്ക് അമേരിക്കയുടെ ഈ സഹായങ്ങളൊക്കെ സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത്രത്തോളം അവർ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. പിന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ. ഇവിടേക്കാണ് അമേരിക്ക വരുന്നത്. മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണോ അമേരിക്ക ലാൻഡ് ചെയ്തത്, അതുപോലെ തന്നെ അവർ പാകിസ്ഥാനിലേക്ക് വരുന്നു. ഇത് രണ്ട് രീതിയിൽ എഫക്ട് ചെയ്യും. ഒന്ന്, ആഹ് പാകിസ്ഥാൻ ഒരു ആശ്വാസമാകും വലിയ രീതിയിൽ തുടക്കത്തിൽ. പാകിസ്ഥാന്റെ ടെറർ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക നിൽക്കുന്നത് കൊണ്ട് അവർ തൽക്കാലം അതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അമേരിക്ക പറയുകയാണ് ഇപ്പോൾ നമുക്ക് ബലൂചിസ്ഥാൻ സ്വസ്ഥമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം, അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ത്യ പണിയാം, അതുകൊണ്ട് തൽക്കാലം നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാകിസ്ഥാൻ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇന്ത്യ അപ്പോഴും ജാഗ്രതയോടെ കൂടി തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം അമേരിക്ക പാകിസ്ഥാനേക്കാൾ ബെറ്റർ പങ്കാളിയാണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് എന്ന് ഒരു വിവക്ഷയില്ല നമുക്ക്. മറ്റൊന്ന്, ഈ ബലൂചിസ്ഥാനിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് കാലക്രമേണ വലിയ എതിർപ്പ് ബലൂജികളുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വരും. കാരണം അവര് ഈ സ്വാഭാവികമായി അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്, അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണ് താലിബാൻ അധികാരത്തിൽ വന്നത്? താലിബാന്റെ മുദ്രാവാക്യവും ലക്ഷ്യവും അമേരിക്കക്കാരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതായിരുന്നു. ആ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിക്കുക, അതിനൊപ്പം ജനം കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒടുവിൽ അമേരിക്കയ്ക്ക് അവിടുന്ന് പോകേണ്ടി വന്നു അല്ലേ? എന്തിനാണ് അവിടെ അമേരിക്ക വന്നത്? അവിടെയും ഈ ധാതു സമ്പത്തൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്ക അവിടെ ലാൻഡ് ചെയ്തത്. റഷ്യയെ തുരത്താനാണ് എത്തിയത്. പാകിസ്ഥാന്റെ ഹെൽപ്പ് അതിനകത്തുണ്ടായിരുന്നു, മറ്റു പലരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അതിൽ പിറവി കൊണ്ട ഒരു കുട്ടിയായിരുന്നു താലിബാൻ. പക്ഷെ താലിബാൻ ഇച്ചിരി ബോധവും വിവരമൊക്കെ ആയിട്ട് മുകളിലോട്ട് വന്നപ്പോൾ അവർക്ക് തോന്നി അമേരിക്ക ഇവിടെ വേണ്ടെന്ന് തോന്നി, അവരുടെ രാജ്യം എന്നുള്ളത്. അതിനേക്കാൾ വലിയ വികാരമാണ് നിലവിൽ ബലൂചിസ്ഥാനിലുള്ളത്, അവരുടെ ദേശീയ വികാരം, ഞങ്ങൾക്ക് സ്വതന്ത്രം വേണം. അപ്പൊ അമേരിക്ക വരുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആകും. കാരണം അമേരിക്ക ചൈനയെ പോലെ അല്ല ഇടപെടുന്നത്. ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചൈന പിടിച്ചെടുക്കുക എന്നുള്ള ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തോട്ട് പോകുന്ന രീതിയാണെങ്കിൽ ഇവർക്ക് അങ്ങനെയല്ല, വളരെ നയത്തിലായിരിക്കും പോകുന്നത്. മറ്റൊന്ന്, ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയെ പോലൊരു രാജ്യം വരുന്നത് കൊണ്ട് ഇന്ത്യക്ക് കുറച്ചുകൂടി ഒരു അക്സസ് അവിടെ കിട്ടും. എവിടെയാണ്? ഈ ബലൂചിസ്ഥാനിൽ. അതായത് അവിടുത്തെ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇപ്പോൾ എന്താണ് പറയുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങളിലായാലും ഒക്കെ ഇന്ത്യൻ കമ്പനികൾക്ക് കുറച്ചുകൂടെ സ്കോപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ കമ്പനിയെ കൊണ്ട് അവിടെ ഇടാൻ സാധ്യതകളൊന്നും തന്നെ ഇല്ല. കാരണം അത്രയും ഒരു ഹൈലി ഇതെടുത്തിട്ട് പോയില്ല, അതിന് സാധ്യതകളുണ്ട്. പിന്നെ ബലൂചിസ്ഥാനുമായിട്ട് നമുക്കൊരു നല്ല റിലേഷൻസിലേക്ക് പോകാൻ പറ്റും, കാരണം ഇതൊരു സ്വതന്ത്ര പ്രദേശമായിട്ട് വരും. പക്ഷെ ഇത് ഭാവിയിൽ വലിയ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങും. എങ്ങനെയാണോ ഈ അഫ്ഗാനിസ്ഥാൻ അമേരിക്കയ്ക്ക് തലവേദനയായി മാറിയത്, അതുപോലെ ഭാവിയിൽ വരാനുള്ള അതിവിദൂര ഭാവിയൊന്നും പോകേണ്ടി വരത്തില്ല. ഒരു 2-3 വർഷത്തിനുള്ളിലൊക്കെ അത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഈ ടെറർ അറ്റാക്കുകളുള്ള പ്രദേശത്ത് ഒരുപാട് ധാതു സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ പോയിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ടെറർ അറ്റാക്ക് എപ്പോഴും ഫീൽ ചെയ്യുകയും വേണം, എപ്പോഴും ഉണ്ടാകാം, അത് പ്രതീക്ഷിക്കണം നമ്മൾ. അപ്പൊ അങ്ങനെയാണ് അവസ്ഥ. പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അതിലും വലിയ പ്രശ്നമുണ്ട്. ഈ അമേരിക്ക അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ ചൈനയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പാകിസ്ഥാന് തളരുകയാണ്. അവിടെയും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നേട്ടമുണ്ട്. പാകിസ്ഥാനോട്ടുള്ള ബന്ധങ്ങൾ തകരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് തകരുന്നത്? ഒന്ന്, അവർക്ക് കൊടുത്ത ഭൂമിയിലേക്ക് അമേരിക്കയ്ക്ക് കൈമാറ്റം ചെയ്യുന്നു. അമേരിക്ക അവിടെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്ക വരുന്നു എന്നുള്ളതാണ് ചൈനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ചൈനയുടെ തൊട്ടടുത്ത് അമേരിക്കയ്ക്ക് താവളമായി. അത് ചൈനയെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റില്ല. ഇവിടെ ഇന്ത്യ ചൈന ഒരു ടൈപ്പിന് സാധ്യത കൂടുതലുണ്ട്. കാരണം ഇത് ജിയോ പൊളിറ്റിക്സ് ആണ്. പണ്ടത്തെ കണക്ക് 10-20 വർഷമൊന്നും കാത്തിരിക്കേണ്ട സുഹൃത്ത് ബന്ധം മാറാൻ. ഇന്ന് രാവിലെ കാണുന്ന സുഹൃത്ത് വൈകിട്ട് ശത്രുവാകും, വൈകിട്ട് കാണുന്ന ശത്രു രാവിലെ സുഹൃത്താകും. അധിക സമയം വേണ്ടി വരും. അപ്പോഴും അമേരിക്കയ്ക്ക് അങ്ങനെ കൈവിട്ട് കളിക്കുക വലിയ പ്രയാസകരമായിരിക്കും. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിക്കാനായാലും മറ്റു രാജ്യങ്ങളെ കൊണ്ട് അറ്റാക്ക് ചെയ്യിക്കാനായാലും അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചൈന അമേരിക്ക അവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ തന്നെയാണ് അവർക്ക് എപ്പോഴും ആഗ്രഹം. കാരണം ഒരിക്കലും ചൈന ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ്, ഇന്ത്യയെ സംബന്ധിച്ചൊരു പോയിന്റ്. രണ്ടാമത്തെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഭീകരവാദമൊക്കെ തൽക്കാലം ഒന്ന് ഒതുങ്ങും. ഒരു അമേരിക്ക അവിടെ എത്തുമ്പോഴത്തേനും അങ്ങനെ കൈവിട്ട കളിക്ക് പാകിസ്ഥാൻ മുതിരില്ല എന്ന് ചിന്തിക്കേണ്ടി വരും. ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കാര്യം നമുക്ക് പക്ക ഉറപ്പിക്കാൻ കഴിയും, അത് ചൈനയുടെ കാര്യമാണ്. ഈ അമേരിക്ക വരുന്നതുകൊണ്ടുള്ള അവരോടുള്ള ദേഷ്യം. മറ്റേത് നമുക്ക് എങ്ങനെയാണ് പാകിസ്ഥാന്റെ സ്വഭാവമനുസരിച്ച് തീവ്രവാദം കുറയ്ക്കുകയോ ഇല്ലയോ, ഇനി അമേരിക്ക വന്നാലും അങ്ങനെ നടക്കുകയോ ഇല്ലയോ എന്ന് അറിയില്ല. ഇനി ഇതിലുപരി മറ്റൊരു വലിയ കാര്യമുണ്ട്. ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് ധനുഷേ, ഇതുപോലെ അമേരിക്ക അവരുടെ സൈനികരെയും പണി സാധനങ്ങളെയും ഒക്കെ കൊണ്ട് ബലൂചിസ്ഥാനിൽ ഇറക്കി കഴിഞ്ഞാൽ ട്രംപ് ഉള്ള കാലം ഇരിക്കില്ല. അവന്മാർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും ബലൂചിസ്ഥാനിൽ. ട്രംപിന്റെ കാലാവധി തീരുകയോ അതിനിടയ്ക്ക് ട്രംപ് പണി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കുളവാകും. അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതുപോലെ അടുത്ത പ്രസിഡന്റ് വരുമ്പോഴത്തേനും കട്ടയം പുടവം മടക്കി തിരിച്ചു പോകാന്ന് പറയും. കാരണം അമേരിക്കയെ പിന്നോട്ടടിച്ചതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി വേണ്ടാത്ത പണി കാണിച്ചതാണ് അവരുടെ ഈ സാമ്പത്തികമായി അവർക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തി വെച്ചത്. അത് അഫ്ഗാനിസ്ഥാനിലായാലും സിറിയയിലായാലും ഇറാഖിലായാലും ഒക്കെ
ഇവര് തന്നെ പോയി കിടന്ന് ഇവരുടെ സൈന്യത്തെയും ഇവരുടെ ഈ വ്യോമത്താവളങ്ങൾ നിർമ്മിച്ചു അതിനുവേണ്ടി തന്നെ ഇവർ വലിയ തുക ചെലവഴിക്കുന്നുണ്ട്. ട്രംപിന്റെ ഫസ്റ്റ് ടൈം ട്രംപ് വന്നപ്പോൾ ട്രംപിന്റെ പോളിസി അങ്ങനെ വേണ്ട, അതുകൊണ്ടാണല്ലോ അഫ്ഗാനിസ്ഥാനിൽ പിൻവലിക്കാൻ തീരുമാനിച്ചത്. കാരണം അത് നമ്മൾ എന്തിനാണ് വെറുതെ പൈസ കളയുന്നത്, നമുക്കിങ്ങ് പോരാ, നമ്മുടെ സൈനികർ മരിക്കുന്നുണ്ട്, നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട്, അത് വേണ്ടാന്ന് തീരുമാനിക്കുന്നു. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. ആത്യന്തികമായി പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഭാവിയിലെ ഒരു ഗസയായി മാറാതിരുന്നാൽ നന്നായി. അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര പാലസ്തീൻ പോലെ ബലൂചിസ്ഥാൻ നിലകൊള്ളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. ഇതൊന്നും അധികം നാളൊന്നും പോകണ്ട, മാക്സിമം ഒരു 4-5 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബലൂചിസ്ഥാനിലേക്ക് അമേരിക്ക വരുമ്പോ ഇന്ത്യക്ക് അതിൽ ആശങ്കയൊന്നുമില്ല ബിജുചേട്ടാ? തീർച്ചയായിട്ടും ഉണ്ട്. രണ്ട് തരമുണ്ട്. അതായത് നമുക്ക് ആദ്യമുള്ളത് ഒരു ചെറിയ ആശ്വാസമാണ്. കാരണം അവിടെ വരുമ്പോഴത്തേനും പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒരു ഭീകരാക്രമണത്തിന് തുനിയത്തില്ല എന്നൊരു സാധനമുണ്ട്. കാരണം അമേരിക്ക അത് സമ്മതിക്കത്തില്ല. കാരണം അമേരിക്ക ബലൂചിസ്ഥാനിൽ വരുമ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങളാണ്. അതിനെ ഒതുക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ കൂടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്കക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവരൊന്നും കാലുറക്കണ്ടേ, അതൊരു ടൈം കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് ഇപ്പൊ ചൈന പിണങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഒരു വഴക്കിട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഒട്ടും കാണത്തില്ല. ഇന്ത്യയെ നയത്തി പിടിച്ചാലേ മുമ്പോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇരിക്കുന്ന മോദിയുടെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന പുള്ളി ഇന്നലെ കൂടെ പറഞ്ഞത്. എപ്പോഴാ കയറി അടിക്കുന്നു പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ത്യയെ നയത്തി പിടിച്ചേ പോകാൻ പറ്റും. ഇന്ത്യയെ നയത്തി പിടിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ബലൂചിസ്ഥാനിൽ ആക്സസ് കിട്ടിയല്ലേ പറ്റും. ഇവിടെ അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട്. കാരണം ഇന്ത്യ പിണക്കി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാവരെയും പിണക്കി വന്നിട്ട് ബലൂചിസ്ഥാനിൽ കയറിയിട്ടൊന്നും ചെയ്തുകൊണ്ട് പോകാൻ അമേരിക്കക്ക് കഴിയില്ല. പിന്നെ ചൈനയുമായിട്ട് ടൈപ്പിന് പോലും ഒരിക്കലും കഴിയില്ല. കാരണം ട്രംപ് കാണുന്ന രീതിയല്ല ചൈന കാണുന്നത്. അവർ വേറൊരു മെത്തേഡിലാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ആശ്വാസത്തിന് വകയുണ്ട്. പക്ഷെ അത് അവിടെ എന്താണ് സംഭവിക്കുന്നത്, കാരണം നമുക്കൊരു ശത്രുതയായിട്ട് തുടക്കം വരത്തില്ല ഉടനെയൊന്നും. കാരണം ചൈന അമേരിക്കയുടെ ആജന്മ ശത്രു. ചൈനയുമായിട്ട് ഒരു രാജ്യങ്ങളും വൻകിട രാജ്യങ്ങളൊന്നും, ഈവൻ റഷ്യ പോലും ചൈനയായിട്ടൊന്നും വലിയ ടൈപ്പിന് ഒരിക്കലും ഒരു കാര്യത്തിനും പോയിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് റഷ്യ ആയുധം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ചൈനയുടെ കയ്യിൽ നിന്ന് ആരും ആയുധം വാങ്ങിയിട്ടില്ല. കാരണം അവർക്ക് വിശ്വാസമില്ല ചൈന. അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ ഒരു രീതിയിലാണ് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇത് ചെയ്യാം. അല്ലാതെ അമേരിക്ക അവിടെ വന്നിറങ്ങിയത് കൊണ്ട് പാകിസ്ഥാൻ അമേരിക്കയോട് ചേർന്ന് ഇന്ത്യ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇന്ത്യയെ കൂടെ നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് ഈ പണി മുഴുവൻ ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സമാധാനം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കല്ലാതെ വല്ലവരുടെ ഭൂമി വേണമെന്നോ അവിടെ കയറി ഖനനം ചെയ്യണമെന്നോ നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ ആ സമാധാനത്തിന്റെ ഇതേപോലെ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. മ്യാൻമാറിൽ നമ്മൾ കൊടുത്ത വാർത്തയാണ്. അവിടെ ഇപ്പൊ നമ്മൾ ഖനനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ഗ്രൂപ്പിന്റെ ഭൂമി നമുക്കിപ്പോ വിട്ടുതരുന്ന ചർച്ചകളൊക്കെ നമ്മൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ പോയിരുന്നു, ഖനന കമ്പനി ഉണ്ടായി. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അമേരിക്ക കുറച്ചുകൂടെ ഈ ബലൂചിസ്ഥാൻ കണക്ക് ഒരു സ്ഥലത്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ ഇതിന്റെ പക്ഷെ ഇത് സംഭവം ഇതുവരെ ഇല്ലാത്ത ഒരാൾ പിക്ചറിലേക്ക് വരുന്നു. ഇതുവരെ ആ പിക്ചറിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചൈന ആയിരുന്നെങ്കിൽ അവിടേക്ക് ഒരു പുതിയ എൻട്രി, ഒരു പുതിയ അവതാര പിറവി എടുക്കുന്നു, അമേരിക്ക എത്തുന്നു. അതൊരു വലിയ വാർത്തയാണ്. അത് എന്തൊക്കെ ചലനങ്ങൾ ഏഷ്യയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ പോയതോടുകൂടി ഈ ഏഷ്യയിലേക്കുള്ള ഒരു ഗ്രിപ്പ് അവരുടെ നഷ്ടപ്പെട്ടിരുന്നു അമേരിക്കയ്ക്ക്. അപ്പൊ പുതിയൊരു ഇതിനകത്ത് ഇപ്പൊ ഉടക്കൊക്കെ വരാൻ പോകുന്ന എവിടെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം ഒരു വിമാനത്താവളം പണിയും, ചരക്കുകളും മറ്റും എത്തിക്കുക. അത് ഇച്ചിരി കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്ത് വ്യോമത്താവളമാക്കും. അപ്പത്തേനും ചൈന കയറി ചൊറിയാൻ തുടങ്ങും. അതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വരും. ഇത് നമ്മൾ അധികം തലമുണ്ടാക്കുക, നമ്മൾ പ്രവചനം നടത്തുന്നതല്ല. നമ്മൾ ആ പൊളിറ്റിക്സ് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം തുടങ്ങുന്നത്. പിന്നെ ഈ ബലൂജികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു സ്പേസാണ് വേണ്ടത്. അവര് അമേരിക്കയൊക്കെ എത്രത്തോളം അംഗീകരിക്കും പിടിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഇവന്മാരുടെ ഒക്കെ സ്വഭാവം. പിന്നെ ഇതിന് കൂടാതെ വേറൊരു വലിയ ടീം അപ്പുറത്ത് കിടപ്പുണ്ട് ഈ മേഖലയോട് ചേർന്ന് തന്നെ, തെഹ്രീക്കെ താലിബാൻ. അത് പാകിസ്ഥാൻ നിരോധിച്ച സംഘടന. അവർക്ക് പാകിസ്ഥാൻ പിടിക്കാൻ വേണ്ടി നടക്കുന്നത്. അവരിനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടും ദൈവത്തിന് അറിയാം. മൊത്തത്തിൽ കലങ്ങി പറഞ്ഞ് നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും ഒരു വിസ്മയമൊക്കെ വരുമായിരിക്കും പാകിസ്ഥാൻ. താങ്ക് യു ബിജു ചേട്ടാ. താങ്ക് യു സോ മച്ച്.